നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത് ഒരു മഹാരാഷ്ട്ര റെസിപ്പിയാണ് കേട്ടോ. ഒരു ട്രഡീഷണൽ റെസിപ്പിയാണ് തെച്ച. തെച്ച നമുക്ക് പല വെറൈറ്റീസിൽ ഉണ്ടാക്കാം. അപ്പോൾ ഈ തെച്ച എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ചതയ്ക്കുക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് കാണാം. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ അത്. അപ്പോൾ നമ്മുടെ പല സ്റ്റേറ്റ്സിലും നല്ല നല്ല റെസിപ്പീസ് ഉണ്ട്. അപ്പോൾ കുറേ ഞാൻ ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ ഇടയ്ക്കിട്ടൊന്ന് ഇതുപോലെ മാറ്റിയൊക്കെ ഒന്ന് വെച്ച് നോക്കാം. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് പാൻ വെച്ചിട്ട് അതിലേക്ക് 1/4 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. എണ്ണയൊന്നും ചേർക്കണ്ട കേട്ടോ. നമ്മളിത് ഓയിലൊന്നും ചേർക്കാതെയാണ് ഒരു ചുട്ടെടുക്കുന്ന പോലെ ചെയ്യണത്. 4 അല്ലി വലിയ സൈസ് വെളുത്തുള്ളിയും 5 എരിവില്ലാത്ത പച്ചമുളകാണ് ഇതിലേക്ക്. എരിവ് കുറവുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കുക. 5 എടുത്തിട്ടുണ്ട്. പിന്നെ 1/2 കപ്പ് കപ്പലണ്ടി, അതും ഇതിലത്തെ മെയിനായിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ കപ്പലണ്ടി. ഇതിന് പുറമേ നമുക്കിതിലേക്ക് എള്ള് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ അതുപോലെ മുഴുവൻ മല്ലിയില്ലേ, അത് ഇഷ്ടമുള്ളവർക്ക് അത് ചേർത്ത് കൊടുക്കാം. കായംപൊടിയൊക്കെ ചേർക്കാം. അപ്പോൾ ഞാനിപ്പോൾ അതൊന്നും ചേർക്കുന്നില്ല. ഈ ഒരു ഫ്ലേവറിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. ഒരു സ്പെഷ്യൽ റെസിപ്പി. ഇപ്പോൾ ഇതൊന്ന് ചുട്ട് വന്നിട്ടുണ്ട്, ചുട്ട പോലെ ആയിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് പരത്തിയിട്ട് കൊടുത്താൽ മതി. പരത്തിയിട്ടിട്ട് മുളകൊക്കെ ഒന്ന് ഇടയ്ക്ക് ഒന്ന് പ്രസ് ചെയ്തിട്ട് കൊടുക്കുക. വെളുത്തുള്ളി അതുപോലെ തന്നെ ഒരു പുറമൊന്നായി വരുമ്പോൾ തിരിച്ചിട്ട് കൊടുത്താൽ മതി. പിന്നെ ഇടയ്ക്ക് കപ്പലണ്ടി ഇട്ടൊന്ന് ഇളക്കി കൊടുത്താലും മതി. അങ്ങനെ ഇതൊന്ന് ചുട്ടെടുക്കുക. നല്ല മണം വരും കേട്ടത്. ആ ഉള്ളിയും മുളകൊക്കെ ഒന്ന് ചുട്ടെടുക്കുന്ന ആ ഒരു മണം അങ്ങനെ വരും. ഇതുപോലെ ഇത്രയും ആയാൽ മതി. ഒരുവിധം വേവായിട്ട് വെന്ത പോലെ ആയിട്ടുണ്ട് കേട്ടോ ഉള്ളിയൊക്കെ. ഇനി നമ്മളിത് കൂടാണ്ട് നമ്മളിത് ഫ്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ തൽക്കാലത്തേക്ക് ഇത്ര മതി. ഇപ്പോൾ എരിവ് കുറച്ച് വേണമെങ്കിൽ കൂട്ടിയെടുത്തോളൂ കേട്ടോ. അപ്പോൾ ഒരു 5-8 മുളകൊക്കെ വേണമെങ്കിൽ തീരെ എരിവ് കുറവുള്ള മുളകാന്ന് വെച്ചാൽ 5-10 എടുക്കാം നമുക്ക്. ആ ഒരു പച്ചപ്പ് കിട്ടാനായിട്ട്, ഒരു പച്ച കളറിലായിരിക്കുക. ശരിക്കും ഇത് ചതച്ചെടുക്കാൻ ചെയ്യുക. അങ്ങനെയാണ് ഇതിന് പേര് വരുന്നത്. പക്ഷെ ഞാൻ അവിടെ മിക്സിയിലിട്ട് കറക്കാണ് ചെയ്യുന്നത്. ചതക്കുന്നില്ല, ഒരുപാടുണ്ട്. അപ്പോൾ എൻ്റെ ചതക്കണയിൽ ഇത് കൊള്ളില്ല. അപ്പോൾ അതുകൊണ്ട് മിക്സിയിലൊന്ന് കറക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ 2 വലിയ കെട്ട് മല്ലിയിലയാണ് തണ്ടോട് കൂടിയിട്ട് തന്നെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഒരുവിധം ചൂടാറിയിട്ടുണ്ട്. കുറച്ചും കൂടി ചൂടാറാനുണ്ട്. മുഴുവൻ ഞാൻ ചൂടാറാൻ നിൽക്കണില്ല. നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചെറിയ പീസുകളാക്കിയിട്ട് ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ അരയരുത് കേട്ടോ. ഇത് ചതച്ചെടുക്കുന്ന പോലെ തന്നെ എടുക്കണം അതിൽ പൾസ് മോഡിൽ ഇട്ടിട്ട്. അപ്പോൾ കപ്പലിൻ്റെ ഒക്കെ ഇട്ടു. ഞാൻ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഒരു ചെറിയ സൈസ് ചെറുനാരങ്ങയുടെ അരമുറി എടുത്തിട്ടുണ്ട്. അത് കുറച്ച് വളരെ ഒരു ലൈറ്റ് പുളിയാണ് ഇതിന് വേണ്ടോ. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് പൾസ് മോഡിലിട്ട് 2 തിരി ഞാൻ തിരിച്ചിട്ടുള്ളൂ. ഒന്ന് തട്ടിയിട്ട് കൊടുത്താൽ 2 തിരി തിരിച്ചാൽ അത് ചതച്ച പോലെ ആയി കിട്ടും. അപ്പോൾ അതുപോലെ എടുത്തിട്ടുണ്ട്. ശരിക്കും ചതച്ചിട്ടാണ് ഉണ്ടാക്കുക കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇതിന് തെച്ച എന്നുള്ള പേര് വന്നത് തന്നെ. അപ്പോൾ നമ്മളിവിടെ തെച്ച പനീറാണ് കഴിക്കുന്നത്. പനീർ കൊണ്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ ഇത് ഈ ചതച്ചത് നമ്മൾ ഈ പനീറിലേക്ക് ഇട്ടിട്ടൊന്ന് മിക്സാക്കി കോട്ടാക്കി കൊടുക്കാം. അപ്പം ഞാനിത് ആദ്യം വിചാരിച്ചു ഇതെങ്ങനെ കോട്ടായി കിട്ടുക എന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷേ ആ കപ്പലണ്ടിയാണ് ഇതിൻ്റെ അരവ്. അത് ശരിക്കും അതിലിങ്ങനെ നല്ല കോട്ടായിട്ട് തന്നെ ഇരിക്കും. ഇതുപോലെ ഒന്ന് പൊത്തി വെച്ച് കൊടുത്താൽ മാത്രം മതി. ഒരുവിധം എല്ലാ വശങ്ങളിലായിട്ടൊന്ന് പൊത്തി വെച്ച് കൊടുക്കുക. ഇനി പാൻ വെച്ചിട്ട് അതിലേക്ക് കുറവ് ഓയിൽ മതി അതിന്. കുറേ ഓയിൽ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ അതിലേക്ക് ഇത് അലിഞ്ഞങ്ങോട്ട് പോവും. അതായത് ഈ മസാലയൊക്കെ ആ ഓയിലിലേക്ക് അങ്ങോട്ട് പോവും. അപ്പോൾ അതുകൊണ്ട് വളരെ കുറച്ച് ഓയിലിൽ ഇതെല്ലാം നമുക്ക് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ അതുപോലെ എല്ലാ ഭാഗവും ഞാൻ തിരിച്ച് മറിച്ചൊക്കെ ഇട്ടിട്ടുണ്ട്. ആയി വന്നിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് തിരിച്ചിടുമ്പോൾ പതുക്കെ ആ മസാലയൊന്നും പോവാണ്ട് ഒന്ന് തിരിച്ചിടുക. അഥവാ പോയാലും അതെടുത്ത് കോരി അതിലേക്ക് തന്നെ പ്രസ് ചെയ്തൊന്ന് വെച്ച് കൊടുത്താൽ മതി. അതിലങ്ങനെ മുഴുവനും അത് പോരില്ല. അപ്പോൾ അത് കണ്ടായിട്ടുണ്ട്. നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. നല്ലൊരു പ്രത്യേക ഫ്ലേവർ. നമുക്ക് ഇടയ്ക്കിട്ടൊന്ന് മാറ്റി വയ്ക്കുക. എപ്പോഴൊന്നും ഈ ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് ഉണ്ടാക്കാണ്ട് ഇതുപോലെ ഇടയ്ക്കൊന്ന് ഫ്ലേവർ മാറ്റി വെച്ചിട്ട് ഉണ്ടാക്കാം. അപ്പോൾ നല്ല ടേസ്റ്റാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ്. ചതച്ചുണ്ടാക്കുമ്പോൾ ശരിക്കും ഇതിൻ്റെ ഫൈബറും ഇതൊക്കെ നമുക്ക് അകത്തേക്ക് ചെല്ലുമ്പോൾ നല്ലതാണ് എന്നാണ് പറയണത്. ഇമ്മ്യൂണിറ്റിക്കും എല്ലാത്തിനും നല്ലതാണ്. അപ്പോൾ എല്ലാവരും ഒരു വട്ടം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നല്ല റെസിപ്പിയാണ്. നമുക്കിനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം.